ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭ സുരേന്ദ്രനെ മഹിളാ സമന്വയിക്കിന്റെ 12-അംഗ അഖിലേന്ത്യാ ടീമിലേക്ക് നോമിനേറ്റ് ചെയ്തു. ബീഹാറിൽ എൻഡിഎ നേടിയ ഉജ്ജ്വല വിജയത്തിന് പ്രധാന കാരണം വനിതാ വോട്ടർമാരുടെ ഉറച്ച പിന്തുണയാണ്. ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളെ ബിജെപിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ പാർട്ടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷയായി പാർട്ടി നേതൃത്വം പരിഗണിച്ച സീനിയർ നേതാക്കളിൽ ഒരാളാണ് ശോഭ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകർന്നു നൽകുന്ന തീപ്പൊരി പ്രാസംഗികയായ ശോഭ കേരളത്തിലെ ക്രൗഡ് പുള്ളർമാരിൽ മുന്നിൽ നിൽക്കുന്ന നേതാവാണെന്ന് മാത്രമല്ല, അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകയുമാണ്. 13-ാമത്തെ വയസ്സിൽ ബാലഗോകുലത്തിലൂടെ പൊതുരംഗത്ത് വന്ന അവർ കഠിനമായ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഇന്ന് ദേശീയ രംഗത്ത് എത്തിയത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ ഈറ്റില്ലമായ ആലപ്പുഴയിൽ 3 ലക്ഷം വോട്ട് കരസ്ഥമാക്കിയത് സിപിഎമ്മിനെ ഞെട്ടിച്ചു. 2004 വടക്കാഞ്ചേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാലുകുത്തുന്നത്. കെ മുരളീധരൻ മത്സരരംഗത്തിറങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് അഖിലേന്ത്യാ ശ്രദ്ധ ആകർഷിച്ചു. 4000 വോട്ടിനാണ് മുരളീധരൻ തോറ്റത്. തീപാറിയ ആ തെരഞ്ഞെടുപ്പിൽ ശോഭ 1,06,467 വോട്ട് നേടിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. തൊട്ടുമുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബിജെപി സ്ഥാനാർത്ഥി നേടിയത് 6,000 വോട്ടുകളായിരുന്നു. തുടർന്ന് അവർ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബിജെപിയുടെ വോട്ട് വിഹിതം ഗണ്യമായ തോതിൽ വർദ്ധിപ്പിച്ചു. ദക്ഷിണേന്ത്യയിൽ അധികാരമുറപ്പിക്കാൻ ശ്രമിക്കുന്ന ബിജെപി ശോഭാ സുരേന്ദ്രന് ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും ചുമതല നൽകിയത് കൃത്യമായ കണക്കുകൂട്ടലോടെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.